ഹർഷ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് CPM പുതിയ അടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ കൃത്യമായി പാലിച്ച 2 ടേം വ്യവസ്ഥ അവർ കറ്റിൽ പറത്തിക്കൊണ്ട് എങ്ങനെയും വിജയിച്ചാൽ മതി എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വീണ്ടും 2 ടേം കഴിഞ്ഞവരും വീണ്ടും മത്സരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എങ്ങനെയും വിജയിച്ചെന്നുള്ള ഒരു അടവെടുത്ത് കഴിഞ്ഞു CPM. അതെ, തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഇനി മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് ഇളവ് വരുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ടും മറ്റ് ചില നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് 75 വയസ്സ് കഴിഞ്ഞ് ചിലരെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് എന്നുള്ളതാണ്. അപ്പോ തനിക്ക് വേണ്ടി ഇളവുകളൊക്കെ ചെറിയ രീതിയിൽ വരുത്താനും അല്ലെങ്കിൽ തനിക്ക് വേണ്ടി നിയമങ്ങൾ ചെറിയ രീതിയിൽ മാറ്റാനും പിണറായി വിജയൻ മുന്നിലുണ്ടാകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇനി പിണറായി വിജയൻ മുന്നോട്ട് വന്നില്ലെങ്കിലും പിണറായിയുടെ നാവായി ഇത്തരത്തിൽ നേതാക്കന്മാർ മുന്നോട്ട് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് 2 ടേമിലുള്ള ആളുകൾക്ക് മൂന്നാമതൊരു ടേമിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM പുറത്തിറക്കിയ വ്യവസ്ഥയായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പലർക്കും മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴും ചിലർക്ക് ഇളവുകൾ നൽകിക്കൊണ്ട് ചിലരെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊന്നും ആലോചിച്ച് നോക്കൂ, മുന്നോട്ട് വരുന്ന എല്ലാ നേതാക്കന്മാരും ഇത്തരത്തിൽ 75 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സുള്ള പ്രായമായ ആളുകൾ അല്ലെങ്കിൽ 2 or 3 ടേം മത്സരിച്ച് വിജയിച്ച ആളുകൾ ഇങ്ങനെ മത്സരിപ്പിക്കാനാണെങ്കിൽ എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് യുവാക്കൾക്ക് ഇവർ അവസരം കൊടുക്കുന്നത് എന്നുള്ളത് വലിയൊരു സംശയമാണ്. ഇനിയിപ്പോൾ തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ മാത്രം യുവാക്കളെ നിർത്തിക്കൊണ്ട് വിജയിക്കാൻ സാധ്യതയുള്ളിടങ്ങളിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ മുന്നോട്ട് മത്സരിപ്പിക്കാനാണോ ഇവർ പദ്ധതി ഇടുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. അതെ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ യുവാക്കൾക്ക് അവസരം കൊടുക്കുക അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവസരം കൊടുക്കുക, അതുമല്ലെങ്കിൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് അവരുടെ മാനിഫെസ്റ്റോയിൽ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം എങ്ങനെയും വിജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തിയിരിക്കുന്നു. ആരും തയ്യാറാകുന്നില്ല. വിജയസാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ടേമിലുള്ള എല്ലാവരും തന്നെ വീണ്ടും മത്സരിക്കാൻ അല്ലെങ്കിൽ ഒരു ഏറിയ ഭാഗവും മത്സരിക്കാനുള്ള വലിയൊരു സാധ്യതയാണ് ഇപ്പോൾ തുറന്നു വെക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കുറെ അധികം ആൾക്കാരുടെ പേരുകൾ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം വീണ്ടും 2ാമത്തെ ടേമും മത്സരിക്കുന്നുണ്ട്. KK ശൈലജ കഴിഞ്ഞ 2020 ഇലക്ഷനിൽ 21 ഇലക്ഷനിൽ മത്സരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരിഗണിച്ചില്ല എങ്കിൽ പോലും അവർ മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു പൊതുസമൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും 2026 റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പൊതുവെ ഇടതുപക്ഷം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡ് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ വലിയൊരു ശൈലജ എഫക്ട് ഇപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു വെള്ളത്തിൽ വരച്ച വര പോലെ അതങ്ങ് മാറിപ്പോവാനാണ് സാധ്യത. KK ശൈലജയുടെ കാര്യം പറയുകയാണെങ്കിൽ മട്ടന്നൂരിലായിരുന്നു ഇത്രയും നാൾ മത്സരിച്ചുകൊണ്ടിരുന്നത്. പേരാവൂരിൽ ഇനി ട്രൈ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിൽ ഈ 2 ടേം വ്യവസ്ഥയിൽ നമ്മൾ മറന്നു പോകേണ്ടാത്തൊരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ഒരേ സീറ്റിൽ നിന്ന് അതായത് ഒരേ മണ്ഡലത്തിൽ നിന്ന് 2 തവണ മത്സരിച്ചാലാണ് അത് 2 ടേം വ്യവസ്ഥ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരുള്ളൂ. അപ്പോൾ മാറി മത്സരിച്ച് 2 തവണ MLA ആവുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കടകംപള്ളിയെ ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് എല്ലാവരും പറയുമ്പോഴും നമുക്ക് വസ്തുതകൾ അറിയാം. ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ അടുത്തത് പോകുന്നത് അറസ്റ്റിലേക്കായിരിക്കും. കടകംപള്ളി അറിഞ്ഞോ അറിയാതെയോ ഇതിലെല്ലാം പങ്കാളിയായിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടാണെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പങ്കാളി ആയതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റുകാരനാണ്. അപ്പോൾ കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ചാൽ ഉറപ്പായും ആ സീറ്റ് UDF BJP കൊണ്ടുപോകുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കടകംപള്ളിയെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെ VK പ്രശാന്തിനെയാണ് മത്സരിപ്പിക്കാൻ ഇതുവരെ ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കടകംപള്ളിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, CPM ഇങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ അത് യഥാർത്ഥത്തിൽ അത്ഭുതമാണ്. കാരണം അവർ തന്നെ പറഞ്ഞിരുന്നു, കോടതി ഇനിയിപ്പോൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ പോലും പാർട്ടി അദ്ദേഹത്തെ കുറ്റാരോപിതൻ മാത്രമായി കാണുകയുള്ളൂ എന്ന് CPM മുൻപ് തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ നിർത്തിയാൽ തോൽവി CPM ഭയക്കുന്നുണ്ട് എന്നാണോ? തീർച്ചയായും ഭയക്കുന്നുണ്ടാകാം. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം എന്ന് പറയുന്നത്
ഒരു ചെറിയൊരു സ്ഥലത്ത് ഇപ്പോൾ പന്തളത്ത് മാത്രമുള്ള അല്ലെങ്കിൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന ആ ഏരിയയിൽ മാത്രമുള്ള ഒരു വിഷയമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദുക്കൾ പോലും കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദ്യം ഉന്നയിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടി നേരിടാനുള്ളതിന്റെ വലിയൊരു ഫാക്ടറാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതൊരു വലിയ ഫാക്ടറായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആരോപണ വിധേയരെ മാറ്റി നിർത്തുക എന്നുള്ളൊരു ബേസിക് സെൻസിലേക്ക് ഇടതുപക്ഷം വരും. ഇപ്പോൾ കഴിഞ്ഞ തവണ പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും നടപടി എടുക്കാത്തത് കൊണ്ട് തന്നെ പല ചോദ്യങ്ങളും ഉണ്ടായി. ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ ഇപ്പോഴും നടപടി എടുത്തിട്ടില്ല. പക്ഷെ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു കുറവ് മാറ്റി നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറ്റ്ലീസ്റ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു നയത്തിലേക്ക് ഇടതുപക്ഷം വന്നു കഴിഞ്ഞു. അതാണ് കഴക്കൂട്ടത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ സ്പീക്കർ എൻ ഷംസീർ ആയിരുന്നു മത്സരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ മാറ്റി പി ശശി, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പി ശശിയെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളിലാണ്. നമ്മൾ ഒരു വർഷമായിട്ടുണ്ടാകുമോ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ആ സമയം ഒന്ന് തോന്നുന്നു. പി വി അൻവർ ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, അപ്പോൾ പി ശശിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഇനി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ ചുമക്കില്ലായിരിക്കും ഇടതുപക്ഷം. പക്ഷെ ആ ധാരണകളും കാറ്റിൽ പറത്തിയിരിക്കുന്നു. പി ശശി തലശ്ശേരിയിൽ മത്സരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇവിടെ ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നതിന് ശേഷം പിന്നീട് വീണ്ടും മത്സരിച്ചാണ് അധികാരത്തിൽ വന്നുകൊണ്ട് മുഖ്യമന്ത്രിയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, നമ്മളിൽ പലരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഈ പറയുന്നത് പോലെ ആദ്യ ടേമിൽ ഇവർ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ, മൂന്നാമത്തെ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യ ടേമിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭരിക്കുകയും അതിനുശേഷം 2.5 വർഷം കഴിഞ്ഞ് MV ഗോവിന്ദന് സ്ഥാന കൈമാറ്റം നൽകിക്കൊണ്ട് ഇറങ്ങി വരാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിടത്തു നിന്നും അവിടെ ഒരു ട്വിസ്റ്റ് ആണ് CPM നൽകിയിരിക്കുന്നത്. അപ്പം തളിപ്പറമ്പിൽ MV ഗോവിന്ദനാണ് മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി MV ഗോവിന്ദൻ മത്സരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. അതിനു പിന്നാലെ അവിടെ മത്സരിക്കുന്നത് നികേഷ് കുമാറാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ CPM-ന്റെ PR വർക്കുകൾ പൂർണ്ണമായും ഏറ്റെടുത്ത് നൽകുന്നു എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു നികേഷ് കുമാർ. പിന്നീട് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് CPM-ന്റെ PR ആയി മാറി എന്ന് പറയുന്നിടത്തു നിന്നും CPM-ന്റെ സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും MV ഗോവിന്ദന് കിട്ടിയ ആ ഒരു വിജയം നികേഷ് കുമാറിന് കിട്ടുമോ എന്നുള്ളത് സംശയമാണ് യഥാർത്ഥത്തിൽ. അതെ, അപ്പോൾ MV ഗോവിന്ദൻ മത്സരിക്കില്ല. അപ്പോൾ മുഖ്യമന്ത്രി മത്സരിക്കുന്നത് ധർമ്മടത്ത് തന്നെയാണ്. വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ CPM നേതൃയോഗങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുകയും അല്ലെങ്കിൽ തോൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തേക്ക് വരുന്നത് KN ബാലഗോപാലിനെ പോലെ, പി രാജീവിനെ പോലെ എന്നുള്ളത്. അതെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ KK ശൈലജയുടെ കാര്യം പറഞ്ഞു. അതുപോലെ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിൽ LDF ഇറക്കാൻ പോകുന്നത് TP രാമകൃഷ്ണനെയാണ്. പേരാമ്പ്രയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുകയാണെങ്കിൽ UDF ഉറപ്പായും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും സാധ്യത തീരെ തള്ളിക്കളയാനാകില്ല. അപ്പോൾ അവിടെ ഒരു കീ പോസ്റ്റിലുള്ള TP രാമകൃഷ്ണനെ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ വോട്ട് സമാഹരണമാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അതുപോലെ നിയമത്തിന്റെ കാര്യം, വി ശിവൻകുട്ടി മത്സരിക്കുന്നില്ല, എന്നാൽ പാർട്ടി പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നിയമത്ത് മാറ്റി പരിഗണിക്കാൻ മറ്റൊരാളില്ല. നിയമത്ത് മാത്രമല്ല, കേരളത്തിൽ ഒട്ടാകെ മാറ്റി പരിഗണിക്കാൻ മറ്റൊരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമത്ത് പ്രത്യേകിച്ചും വി ശിവൻകുട്ടിയെ മാറ്റി മറ്റൊരാളെ നിർത്തിയാൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നിയമം ഇനി കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കണം ശിവൻകുട്ടിയെ വീണ്ടും നിർത്തുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ശിവൻകുട്ടി നിന്നാൽ വിജയം ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് ഓവർ കോൺഫിഡൻസ് ആയി തന്നെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം വി ശിവൻകുട്ടി ഇത്തരത്തിൽ ഒരു തവണ മത്സരിച്ച് തോറ്റിടം കൂടിയാണ് ഈ പറയുന്ന നിയമം എന്ന് പറയുന്നത്. ഒരു തവണ മത്സരിച്ചു, വിജയിച്ചു, പിന്നീട് മത്സരിച്ചു, തോൽവി ഏറ്റുവാങ്ങി, വീണ്ടും മത്സരിച്ച് വിജയിച്ചു. പക്ഷെ അപ്പോൾ എന്റെ ഒരു സംശയം, ഈ പറഞ്ഞ 2 ടേം വ്യവസ്ഥ ശിവൻകുട്ടിക്ക് ബാധകമാകില്ലെന്നാണ്. അതെ, അത് തന്നെയാണ്. 2 ടേം വ്യവസ്ഥ നോക്കി നിർത്തുകയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ
ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥികൾ ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അതുമല്ല, തോൽവി ഉറപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും. ഇപ്പോൾ ഒ രാജഗോപാൽ വിജയിച്ചതിന് ശേഷം ആ നിയമത്തിനെ തിരിച്ച് ഇടതുപക്ഷ കോട്ടയാക്കി മാറ്റുന്നത് വി ശിവൻകുട്ടിയായിരുന്നു. അപ്പൊ അതേ ഇമ്പാക്ട് തന്നെയാണ് 2026 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടി അവിടെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെയുള്ളത് വീണ ജോർജും OR കേളും ഒക്കെ പത്തനംതിട്ടയിലും വയനാടും ഒക്കെ മത്സരിക്കുകയാണ്. വീണ ജോർജിന്റെ ഭരണ മികവ് നമ്മൾ കണ്ടിരുന്നു. ആരോഗ്യ മേഖല വളരെ മോശം അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നല്ലതായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴേക്കും വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അത് കുത്തഴിഞ്ഞ അവസ്ഥ നമ്മൾ കണ്ടു. പല ആശുപത്രി കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നു, മതിയായ ചികിത്സ കിട്ടുന്നില്ല, ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും കണ്ടു. ഇതൊക്കെ വീണ ജോർജ് നേരിട്ട് ചെയ്യുന്നതല്ലല്ലോ എന്ന് പലരും ചോദിക്കും. പക്ഷെ ഇതിനെല്ലാം വീണ ജോർജ് ഉത്തരം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ വയനാട്ടിൽ മത്സരിക്കുന്നത് OR കേളുവാണ്. നമുക്കറിയാം, വയനാട് ഇപ്പോൾ കോൺഗ്രസിന്റെ മണ്ണാണ്. ഇപ്പോഴല്ല, എല്ലാ കാലത്തും കോൺഗ്രസിന്റെ മണ്ണാണ്. അവിടെ തോൽക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന ഒരു നിലയിലേക്കാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ ഇരവിപുരത്തെ നൌഷാദ്, വാമനപുരത്ത് GK മുരളി, കാട്ടാക്കടയിൽ IB സതീഷ് വീണ്ടും മത്സരിക്കുകയാണ്, കോതമംഗലത്ത് ജോൺ മത്സരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ വീണ്ടും 2 ടേം വ്യവസ്ഥ തെറ്റിച്ചുകൊണ്ട് വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്ന വ്യക്തികളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇനിയിപ്പോൾ CPM-ന്റെ ഈ പറയുന്ന വ്യവസ്ഥകളൊക്കെ മാറ്റി പുതിയ പല വ്യവസ്ഥകളും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആവശ്യം വരുമെങ്കിൽ, അതായത് തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ മാത്രം ഈ വ്യവസ്ഥകൾ മാറ്റേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹസത്തിന് കേരളത്തിലെ ജനങ്ങൾ മുതിരുമോ എന്നുള്ളത് സംശയമാണ്. എത്രയൊക്കെ ചിലപ്പോൾ ചിലരെങ്കിലും, ഇതിനകത്ത് എല്ലാവരെയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല, ചിലരെങ്കിലും വിജയിക്കുമായിരിക്കും. പക്ഷെ വീണ ജോർജിനെയൊക്കെ പോലെ വലിയ രീതിയിൽ, അതായത് ആദ്യത്തെ സർക്കാരിന് ശേഷം, ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ വരാൻ കാരണമായ ഒരു മേഖല ആരോഗ്യ മേഖല തന്നെയായിരുന്നു. അതുപോലും തച്ചൊടിച്ച് കയ്യിൽ കൊടുത്തുകൊണ്ട് പൂർണ്ണമായും എനിക്കിനി അധികാരത്തിൽ വരണ്ട, അല്ലെങ്കിൽ ഇനി ഇതോടുകൂടി അങ്ങ് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ ജോർജ് കയ്യിൽ കൊടുത്തപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ വിജയിപ്പിക്കുമോ പൊതുജനം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇനി ഏതൊക്കെ നേതാക്കന്മാർക്ക് അനുകൂലമായി കാറ്റ് വീശുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്.